ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Deva Star Homes, Punalur. Punalur Electricals and Plumbing near Excise Circle Office, Tolikod, Punalur. Branded companiകളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. വേനൽ ചൂട് കനത്തു, തെരഞ്ഞെടുപ്പ് ചൂട്. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. LDFനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ VSനും മന്ത്രിയുടെ മറുപടി. ചെന്നിത്തലയുടെ മറുപടി കലഞ്ഞൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. പുനലൂരിൽ മത്സരക്കളത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയും പത്തനാപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ഇക്കുറി ചിഹ്നം ഓട്ടോറിക്ഷ. വേനലിൽ വെന്തുരുകി കിഴക്കൻ മേഖല. തെന്മലയിൽ അംഗൻവാടി അധ്യാപികയ്ക്ക് സൂര്യതാപമേറ്റു. കുടിവെള്ളക്ഷാമവും രൂക്ഷം. കുടിവെള്ളം ലഭ്യമാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പുനലൂർ നഗരസഭാ അധ്യക്ഷൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം. വാർത്തകൾ വിശദമായി. LDFനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോന്നി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കലഞ്ഞൂരിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച സർക്കാരാണ് സംസ്ഥാനം ഭരിച്ചതെന്നും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കോന്നിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സീറോ ലാൻഡ്ലെസ് പ്രോഗ്രാം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വെച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സോണിയാഗാന്ധിയാണ്. അത് പ്രകാരം ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായ ഭൂമി ഉണ്ടാകുന്നു. ആ ഭൂമിയിൽ ആളുകൾക്ക് വീട് ഗവൺമെന്റ് വെച്ചു കൊടുക്കും. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശ്രീ പ്രകാശ് നടപ്പാക്കിയത്. പ്രതിപക്ഷ നേതാവിനും LDFനും BJPക്കുമെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളാണ് രമേശ് ചെന്നിത്തല പ്രസംഗത്തിൽ ഉയർത്തിയത്. അച്യുതാനന്ദന്റെ പേരിൽ അഴിമതി നിരോധനത്തിന്റെ വകുപ്പ് അനുസരിച്ച് കേസുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഭൂമിദാന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ 2 കേസുണ്ട്. ഞങ്ങളാരും ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളല്ല. ഞങ്ങളാരും ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളല്ല. പക്ഷേ അദ്ദേഹം 134 കേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയേണ്ട ബാധ്യതയുണ്ടല്ലോ. 1, 2, 3 ആരാണ് പറയും? MM മണി ഇടുക്കി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് മർശിച്ചത്. കലഞ്ഞൂരിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ പാടം ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. ആന്റോ ആന്റണി MP, UDF ജില്ലാ കൺവീനർ ബാബു ജോർജ്, DCC പ്രസിഡന്റ് മോഹൻരാജ്, KPCC സെക്രട്ടറി പഴകുളം മധു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. UDF നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു. കൈവശമുള്ള ഭൂമിയുടെ അവകാശം കൊടുക്കണം. പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അവരുടെ കൈവശം ഭൂമി ഉണ്ടെങ്കിലും
ഭൂമിയുടെ അവകാശ പ്രക്രിയ അവരുടെ കൈവശമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റണമെന്നാണ് ഒന്നാമതായി എന്നോട് പറഞ്ഞത്. KPCC അംഗം മാത്യു കുളത്തുങ്കൽ, DCC സെക്രട്ടറിമാരായ ഹരിദാസ് ഇടത്തിട്ട, ഓമിനി ഈപ്പൻ, റെജി പൂവത്തൂർ, ഹരികുമാർ പൂതങ്കര, മാത്യു ചെറിയാൻ, SV പ്രസന്നകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബിനിലാൽ, എലിസബത്ത് അബു, നേതാക്കളായ MB സുരേഷ് കുമാർ, ബിജു ആഴക്കാടൻ, കലഞ്ഞൂർ പ്രസന്നകുമാർ, രതീഷ് കലഞ്ഞൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജോമോൻ, DCC അംഗം കലഞ്ഞൂർ രാധാകൃഷ്ണൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഏബ്രഹാം വാഴയിൽ, അനീഷ് ഗോപിനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കുടിവെള്ളം ലഭ്യമാക്കാത്ത റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ പുനലൂർ തഹസിൽദാരെ ഉപരോധിച്ചു. അടുത്ത ദിവസം മുതൽ കുടിവെള്ളം ലഭ്യമാക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പുനലൂർ, വാളക്കോട് വില്ലേജുകളിൽ റവന്യൂ വകുപ്പ് കുടിവെള്ളം എത്തിക്കുന്നില്ല. ഇത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ VS സാബുവിനെ ഉപരോധിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, വാർഡ് കൌൺസിലർമാർ എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ഉപരോധ സമരം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ശേഷം അടുത്ത ദിവസം മുതൽ കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ മുതൽ വാളക്കോട് വില്ലേജിലേക്ക് ഒരു വണ്ടിയും പുനലൂർ വില്ലേജിലേക്ക് ഒരു വണ്ടിയും റവന്യൂവിന്റെ ഭാഗത്തുനിന്ന് വിടും എന്ന് പറയുന്ന ഒരു ഉറപ്പ് ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. നഗരസഭ അതിന്റെ 3 ടാങ്കറുകളിൽ ഇപ്പം കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പിന്നെ അതേപോലെ തുടരും. കൂടുതൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. റവന്യൂവിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ ഒരു വണ്ടി എന്നുള്ളത് കേരളത്തിലെമ്പാടും ഇപ്പം നടന്നു വരുന്ന ഒരു കാര്യമാണ്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ളിടത്ത് കൂടുതൽ വാഹനങ്ങൾ വിടണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പുനലൂരിലെ റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥയ്ക്കെതിരായി ഞങ്ങൾ ശക്തമായി സമരരംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക. അപ്പൊ ഇന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ വാഹനങ്ങൾ വിടാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ താലൂക്ക് ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരത്തിന് നിർബന്ധിതമാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അംഗൻവാടി അധ്യാപികയ്ക്ക് സൂര്യതാപമേറ്റു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെയാണ് തെന്മല സ്വദേശിനിയായ യുവതിക്ക് സൂര്യതാപമേറ്റത്. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ 38 നമ്പർ അംഗൻവാടിയിലെ അധ്യാപികയായ PR സബർനിസ് ബീവിക്കാണ് സൂര്യാഘാതമേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. 143 നമ്പർ BLOയുമാണ് സബർനിസ് ബീവി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി വീടു കയറി തിരിച്ചറിയൽ കാർഡ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഇവർക്ക് സൂര്യാഘാതമേറ്റത്. ഇരു കൈകളിലും കഴുത്തിലുമായി പൊള്ളലേറ്റ് സബർനിസ ബീവി പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സൂര്യതാപമേൽക്കാതിരിക്കാൻ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും പാലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കടുത്ത വെയിലും മഴയുമെല്ലാം അവഗണിച്ച് തെരഞ്ഞെടുപ്പ് ജോലിയിൽ വ്യാപൃതരാകേണ്ട ഗതികേടിലാണിവർ. BLO ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വെരിഫിക്കേഷന് പോയപ്പോൾ സൂര്യതാപമേറ്റാണ് എൻ്റെ കൈ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകർ പലരും അംഗൻവാടി വർക്കർമാരായിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവർ BLO ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇലക്ഷൻ വരുന്ന സമയമാണ്. ഞങ്ങൾ ചിലപ്പോൾ സ്ലിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഈ സൂര്യൻ്റെ ഇത്രയും ചൂടുള്ള ഈ സമയത്ത് ഞങ്ങൾ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ തെന്മല പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സർവേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വിഷമം എന്ന് പറയുന്നത് ഈ 2 ജോലിയും ഞാൻ എങ്ങനെ പോയി ചെയ്തു തീർക്കും എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP ഗണേഷ് കുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം അനുവദിച്ചു. ഇക്കുറി ഓട്ടോറിക്ഷയാണ് ഗണേഷിന്റെ ചിഹ്നം. 2001 ഗണേഷ് കുമാർ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയത്. ഇന്നത്തെ CPI അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആയിരുന്നു എതിരാളി. ബസ് ചിഹ്നത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ ഗണേഷ് അരിവാൾ നെൽക്കതിരിൽ മത്സരിച്ച പ്രകാശ് ബാബുവിനെ പരാജയപ്പെടുത്തി. ബസ് ചിഹ്നത്തിൽ മത്സരിച്ച ഗണേഷ് അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായി ആനവണ്ടിയുടെ വകുപ്പ് മന്ത്രിയുമായി. 2ാം അംഗത്തിൽ KR ചന്ദ്രമോഹൻ എന്ന CPI നേതാവിനെയാണ് പരാജയപ്പെടുത്തിയത്, അതും പുസ്തകമടയാളത്തിൽ. 3ാം തവണ CPIയിൽ നിന്നും CPM സീറ്റ് കൈവശപ്പെടുത്തി. അന്നത്തെ ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വിജയം UDF സ്ഥാനാർത്ഥിയായ KP ഗണേഷ് കുമാറിനൊപ്പം തന്നെ നിന്നു. അന്നും ഗണേശന്റെ ചിഹ്നത്തിൽ മാറ്റമെത്തി. ടെലിവിഷൻ അടയാളത്തിലായിരുന്നു മത്സരിച്ചത്. ജനപ്രതിനിധി ആകുന്നതിനു മുന്നേ ടെലിവിഷനിലൂടെ ജനങ്ങൾക്ക് സുപരിചിതനായിരുന്ന ഗണേഷ് ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിച്ച് സിനിമാ വകുപ്പിന്റെ മന്ത്രിയുമായി. ഒടുവിൽ ഇടതുപാളയത്തിൽ നിന്നും 14ാം നിയമസഭയിലേക്ക് ജനവിധി തേടുമ്പോൾ ഗണേഷിന്റെ ചിഹ്നം വീണ്ടും മാറി. സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷയാണ് ഇക്കുറി ചിഹ്നം.
ഒരേ ചിഹ്നത്തിൽ വീണ്ടും മത്സരിക്കാൻ കഴിയാത്ത ഗണേഷ് ഇക്കുറി മത്സരിക്കുന്ന ഓട്ടോറിക്ഷയും തന്റെ ഭാഗ്യചിഹ്നം തന്നെ ആയിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KP ഗണേഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 12:20 പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചത്. പിടവൂർ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ LDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെത്തി പത്രിക നൽകുകയായിരുന്നു. സഹവാരണാധികാരിയും പത്തനാപുരം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുമായ KE വിനോദ് കുമാറാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. 61,35,000 രൂപയുടെ ആസ്തിയാണ് ഗണേഷ് കുമാറിനുള്ളത്. വെള്ളയമ്പലം സഹകരണ ബാങ്കിൽ 20,492 രൂപ, വഴുതക്കാട് കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൽ 2,91,382 രൂപ, തിരുവനന്തപുരത്തെ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ 1,59,444 രൂപ, സബ് ട്രഷറിയിൽ 41,367 രൂപ, SBI പട്ടം ശാഖയിൽ 1000 രൂപ, ICICI ബാങ്കിൽ 45,268 രൂപ, പത്തനാപുരം SBTയിൽ 10,000 രൂപ, പത്തനാപുരം കാർഷിക വികസന ബാങ്കിൽ 25,000 രൂപ എന്നീ നിക്ഷേപങ്ങളുണ്ട്. HDFC ബാങ്കിൽ ഡിമാൻഡ് അക്കൌണ്ടിൽ 10,92,846 രൂപയും ഗണേശന്റെ പേരിലുണ്ട്. ഭാര്യ ബിന്ദു ഗണേഷ് കുമാറിന്റെ പേരിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ 67,86,457 രൂപയുണ്ട്. ഇവരുടെ പേരിൽ തന്നെ വെള്ളയമ്പലം സഹകരണ ബാങ്കിൽ 34,76,989 രൂപയും, ഫെഡറൽ ബാങ്ക് വാശി ശാഖയിൽ 45,000 രൂപയും, SBI പാലക്കാട് ശാഖയിൽ 1000 രൂപയുമുണ്ട്. 200 ഗ്രാം സ്വർണം ഗണേഷിന്റെയും 350 പവൻ സ്വർണം ഭാര്യയുടെയും കൈവശമുണ്ട്. ഇന്നോവ, ടെമ്പോ ട്രാവലർ എന്നീ 2 വാഹനങ്ങൾ ഗണേഷിനും ഫോർച്യൂണർ വാഹനം ഭാര്യയുടെ പേരിലുമുണ്ട്. ഗണേഷ് കുമാറിന്റെ കൈവശം 20,000 രൂപയും ബിന്ദുവിന്റെ കൈവശം 15,000 രൂപയുമാണുള്ളത്. ഗണേഷ് കുമാറിന്റെ പേരിൽ പട്ടാഴി വില്ലേജിൽ 90 സെന്റ് സ്ഥലമുണ്ട്. ഭാര്യയുടെ പേരിൽ പെരുനാട് വില്ലേജിൽ 1 ഏക്കർ 3 സെന്റ് സ്ഥലവും, തിരുവനന്തപുരത്ത് 17 സെന്റും പത്തനാപുരത്ത് 11 സെന്റ് സ്ഥലവുമുണ്ട്. ദുബായിൽ 3 ഫ്ളാറ്റും, ചെന്നൈയിലും എറണാകുളത്തും ഓരോ ഫ്ളാറ്റും, എറണാകുളത്ത് ഒരു വില്ലയുമുണ്ട്. പത്തനാപുരത്ത് ഒരു വീടും ഭാര്യയുടെ പേരിലുണ്ട്. ഗണേഷ് കുമാറിന്റെ പേരിൽ ഒരു ആനയുമുണ്ട്. ഭാര്യയുടെ പേരിൽ 39,43,47,946 രൂപയുടെ ആസ്തിയുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു നല്ല പ്രചരണ രീതിയാണ് ഞങ്ങൾ എടുക്കുന്നത്. വളരെ മാന്യമായ ഒരു പ്രചരണ രീതി മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നാടിന് ചെയ്ത നല്ല കാര്യങ്ങൾ, നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഉപകാരങ്ങൾ, അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് അവരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമ്മതിദാനാവകാശം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രഘു ദാമോദരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KE വിനോദ് കുമാറിനാണ് പത്രിക നൽകിയത്. പിടവൂർ ജംഗ്ഷനിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് NDA സ്ഥാനാർത്ഥി രഘു ദാമോദരൻ പത്തനാപുരം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KE വിനോദ് കുമാറിന് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 ലക്ഷം രൂപയുടെ ആസ്തിയാണ് പത്രികയിൽ ഭീമൻ രഘു കാണിച്ചിട്ടുള്ളത്. വെള്ളയമ്പലം SBT ശാഖയിൽ 45,000 രൂപയും കുന്നിക്കോട് ബ്രാഞ്ചിൽ 1000 രൂപയും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട്. SBI ശ്രീകാര്യം ബ്രാഞ്ചിൽ ഭാര്യ സുധയുടെ പേരിൽ 25,000 രൂപയും ഉള്ളതായി പത്രികയിൽ പറയുന്നു. 1 ഗ്രാം സ്വർണം രഘു ദാമോദരന്റെയും 80 ഗ്രാം സ്വർണം ഭാര്യയുടെയും കൈവശമുണ്ട്. ഭാര്യയുടെ പേരിൽ ആലപ്പുഴ ജില്ലയിലെ എണ്ണക്കാട് 82 സെന്റ് സ്ഥലമാണുള്ളത്. രഘു ദാമോദരന്റെ കൈവശം 15,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയുമുണ്ട്. കൂടാതെ ഒരു വാഹനമുള്ളതായും പത്രികയിൽ കാണിച്ചിരിക്കുന്നു. പത്തനാപുരം മണ്ഡലത്തിലും ബംഗാൾ മോഡൽ സഖ്യം ആവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ LDF UDF മുന്നണികൾ ഒന്നിക്കുമെന്നും പത്രിക സമർപ്പിച്ച ശേഷം രഘു ദാമോദരൻ പറഞ്ഞു. ബംഗാൾ മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിലാണ്. ഇപ്പൊ ഏകദേശമൊക്കെ ആയി, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അവസാനം അവർ രണ്ടും ഒന്നാവും. ഒന്നായാലും ഞാൻ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. UDFന്റെ സ്ഥാനാർത്ഥിയെ മാത്രം കയറി അറ്റാക്ക് ചെയ്യില്ല. UDFന്റെ സ്ഥാനാർത്ഥിക്ക് പിന്നെ ഇവിടെ വികസനം നടത്തുന്നതിനെ പറ്റിയൊന്നുമില്ല. അത് അവർ തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമേ അദ്ദേഹത്തിന് സമയമുള്ളൂ. ഇവിടെ പഞ്ചായത്തിൽ അദ്ദേഹത്തിന് എത്ര പഞ്ചായത്തുണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല ഈ 2 പേർക്കും ഇവിടെ എത്ര കോളനികളുണ്ടെന്ന് പോലും അറിയത്തില്ല. SC ST കോളനികൾ ചേർത്ത് എത്ര കോളനി എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അവർക്ക് അറിയാൻ വയ്യെങ്കിൽ. 200-250 കോളനികളുണ്ട് ഇവിടെ. അതിൻ്റെ 3/4 ഭാഗം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇത്രയും ദിവസം കൊണ്ട്.
അപ്പോൾ യു ഡി എഫിലെ ക്യാൻഡിഡേറ്റിന് ഇതുവരെ വികസനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നത് അല്ലെങ്കിൽ ടി വിക്കകത്ത് കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതുമായിട്ട് വലിയ ഒരു നല്ല രീതിയിലല്ല അദ്ദേഹം പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വികസനത്തിനെ പറ്റി പഞ്ചായത്തിലെ പത്തനാപുരം 8 പഞ്ചായത്തിലുള്ള നിയോജക മണ്ഡലത്തിലുള്ള ആൾക്കാരെ നന്നാക്കണമെന്ന് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അവരെ കൊണ്ടുവരണമെന്ന്, എത്ര കഷ്ടപ്പെട്ടാലും അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലേക്കൊന്നും അദ്ദേഹത്തിനെ കാണുന്നില്ല. വികസനമാണ് ഇവിടെ 8 പഞ്ചായത്തിലെ നിയോജക മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ളത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി കുണ്ടയം, JSS നേതാവ് നാരായണൻ, അനിൽ പാണ്ഡിത്തിട്ട, അഡ്വക്കേറ്റ് പ്രശാന്ത്, രാജൻ പിള്ള, അജികുമാർ, വില്ലൂർ സന്തോഷ്, മാരൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരോട് വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ലൈവ് വാർത്ത, പത്തനാപുരം. Pushpagiri Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagiri, happy kids, children play, learn and grow together. Bus facilities are available. Pushpagiri Central School, Edaman 34. Managed by Pushpagiri Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. കോളേജ് ഓഫ് കോമേഴ്സ്, പുനലൂർ. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കോമേഴ്സ്, പുനലൂർ മഹത്തായ 30ാം വർഷത്തിലേക്ക്. +1, +2 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഫസ്റ്റ് BA, BCom ക്ലാസുകൾ +2 റിസൾട്ടിന് ശേഷവും MA, MCom ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കോമേഴ്സ്, പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് 7ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാൻ എത്തുന്നു. മെയ് 2 തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, മെയ് 2 തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233500. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയം വർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോൺ എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്.
റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഫോർ അഡ്മിഷൻ കോൺടാക്ട്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. അക്ഷയ തൃതീയ നാളിൽ പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാക്കൂ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങൂ. ഈ പവിത്ര സ്വർണത്തിലൂടെ വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിർത്തൂ. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. A BAS 916 ഹാൾമാർക്ക് ജ്വല്ലറി. പുനലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി A. യൂനുസ് കുഞ്ഞിന്റെ സ്വീകരണ പരിപാടി അച്ചൻകോവിലിൽ നിന്നും ആരംഭിച്ചു. KPCC ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് യൂനുസ് കുഞ്ഞിന്റെ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സ്ഥാനാർത്ഥി തുറന്ന ജീപ്പിൽ അച്ചൻകോവിലിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. മുന്നമുക്ക്, ഗിരിജൻ കോളനി, ലക്ഷം വീട് തുടങ്ങിയ 10ഓളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത്. കനത്ത മഴ മൂലം സ്വീകരണ പരിപാടി ഏറെ വൈകിയാണ് ആരംഭിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി യൂനുസ് കുഞ്ഞിന്റെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ കരിക്കത്തിൽ പ്രസേനൻ, ചാമക്കാല ജ്യോതികുമാർ, K. ശശിധരൻ, സൈമൺ അലക്സ്, M. നാസർ ഖാൻ, മാമ്പഴത്തറ സലീം, M. ഷെരീഫ്, അൻസിൽ, അച്ചൻകോവിൽ രഘുനാഥ്, ഗീത സുഗുനാഥ്, തോമസ് മൈക്കിൾ, ബിനു ശിവപ്രസാദ്, ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത തെന്മല. പുനലൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സിസിൽ ഫെർണാണ്ടസ് പത്രിക സമർപ്പിച്ചു. അഞ്ചൽ BDO ശ്രീശുഭ മുമ്പാകെയാണ് NDA സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസ് പത്രിക സമർപ്പിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. രാധാമണി, നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, സെക്രട്ടറി വടമൺ ബിജു, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി പത്മകുമാരി, യുവമോർച്ച ജില്ലാ സെക്രട്ടറി അരുൺ ചന്ദ്രശേഖരൻ, BDJS മണ്ഡലം പ്രസിഡന്റ് ഏരൂർ സുനിൽ, സെക്രട്ടറിമാരായ ആർച്ചൽ രവികുമാർ, ബിനു സത്യൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അടുക്കളമൂല ശശിധരൻ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ASR ഹലീം, സെക്രട്ടറി ബിശ്വജിത്ത്, അഡ്വക്കേറ്റ് കാവടി വിനോദ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, VR വിജയൻ, PN കൃഷ്ണൻ നായർ തുടങ്ങി നിരവധി നേതാക്കൾ സിസിൽ ഫെർണാണ്ടസിനെ അനുഗമിച്ചു. തന്റെ ഭാഗ്യ നമ്പർ 9 ആണെന്നും ആ നമ്പർ തന്നെ തനിക്ക് ലഭിച്ചു എന്നും ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും 100% വിജയപ്രതീക്ഷയുണ്ടെന്നും സിസിൽ ഫെർണാണ്ടസ് പറഞ്ഞു. നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ എനിക്ക് ലഭിക്കുന്നത്. എന്റെ ഭാഗ്യ നമ്പർ 9 ആയിട്ടാണ് എന്റെ സ്നേഹിതർ പറയുന്നത്. ആ സീരിയൽ നമ്പർ 9 തന്നെ എനിക്ക് യാദൃച്ഛമായിട്ട് ലഭിച്ചു. അതുപോലെ തന്നെ വോട്ടും അത് കണക്ക് തന്നെ ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കിഴക്കൻ മേഖലയിലേക്ക് പോയ വോട്ടഭ്യർത്ഥി പര്യടനം നടത്തിയ സമയത്ത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ ഇത് ഒന്നിച്ച് നിൽക്കുന്നത് എല്ലാവരും ഒന്നിച്ച് എല്ലാവരും ഉണ്ട്. എല്ലാ NDAയുടെ ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണ് നിന്നാണ് ഇപ്പോൾ ഇലക്ഷന്റെ പ്രവർത്തനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നിയോജക മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി M. നവാസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്.
വഴിമുട്ടിയ പുനലൂരിനു വഴികാട്ടാൻ തൃണമൂൽ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം നവാസ് മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. അഞ്ചൽ BDO ശ്രീ ശുഭ മുൻപാകെയാണ് നവാസ് പത്രിക സമർപ്പിച്ചത്. TMCC പുനലൂർ കൺവീനർ റഹീം, ഏരൂർ മണ്ഡലം പ്രസിഡന്റ് സുധീർ, യൂണിയൻ കൺവീനർ തൗഫീഖ്, TMCC പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് നജീം പത്തടി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കി. വിദ്യാർത്ഥികൾ ലഘുലേഖകളും വിതരണം ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ വിജയത്തിനായി ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സ്ക്വാഡും പ്രചരണ പ്രവർത്തനങ്ങളും നടന്നു. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ ചിത്രത്തോടു കൂടിയ ഫ്ലെക്സുകൾ കയ്യിലേന്തിയാണ് വിദ്യാർത്ഥികൾ ടൗണിൽ പ്രചരണം നടത്തിയത്. വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും മുമ്പിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്തും വോട്ടഭ്യർത്ഥിച്ചുമാണ് വിദ്യാർത്ഥികൾ പ്രചരണം നടത്തിയത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ UDF സർക്കാരിന്റെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയത്തിനെതിരെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്നും വിദ്യാർത്ഥി സമൂഹം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിജയത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും ഇടതു വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകമാനം തകർത്തെറിഞ്ഞ UDF സർക്കാരിനെതിരെ കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആകമാനം ഒരുമിച്ചുകൊണ്ട് ഈ നെറികെട്ട ഭരണ പരിഷ്കാരങ്ങളെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പത്തനാപുരം മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിന്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പത്തനാപുരം ടൗണിൽ SFIയും AESFും കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ബിയും ഇടതുപക്ഷ പുരോഗമന സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് KB ഗണേഷ് കുമാറിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. LDSF മണ്ഡലം സെക്രട്ടറി അംജിദ് ഖാൻ, മണ്ഡലം പ്രസിഡന്റ് M വിഷ്ണു, കൺവീനർ അല്ലമാൻ, അനീസ്, അനന്തു പിള്ള, അജ്മൽ ഷാ, അഖിൽ അശോകൻ, ഫാസിൽ ഖാൻ എന്നിവർ വിദ്യാർത്ഥി സ്ക്വാഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുത്തുറ്റ ജനാധിപത്യത്തിനായി വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള വോട്ട് സന്ദേശയാത്ര പുനലൂരിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് വോട്ട് സന്ദേശയാത്ര പ്രചരണം നടത്തുന്നത്. പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ബസിൽ പ്രചരണ പരിപാടികൾ നടത്തുന്നത്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസമാണ് സന്ദേശയാത്ര പുനലൂരിലെത്തിയത്. വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുക എന്ന ആഹ്വാനവുമായാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണമെന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നുമാണ് വോട്ട് സന്ദേശയാത്രയിലൂടെ പ്രചരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുട്ടി പോലീസുമായി സംവദിച്ച് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി അജിത ബീഗം. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിലായിരുന്നു അജിത ബീഗം കുട്ടി പോലീസുമായി അനുഭവങ്ങൾ പങ്കുവച്ചത്. സ്റ്റുഡന്റ് പോലീസിന്റെ നേതൃപാടവശേഷി വർദ്ധിപ്പിക്കുന്നതിനും കായിക, മാനസിക, ബൌദ്ധിക വികാസം ലക്ഷ്യമിട്ടുമാണ് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസത്തെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റുവർട്ട് കീലറുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിനു പിന്നാലെയായിരുന്നു കൊല്ലം റൂറൽ പോലീസ് മേധാവി S അജിത ബീഗവും കുട്ടി പോലീസുമായുള്ള ആശയവിനിമയം. ലഹരിവിരുദ്ധ ക്ലാസിന്റെ ഹാങ് ഓവറിൽ തന്നെ പോലീസ് മേധാവിയോട് ഒരു സ്റ്റുഡന്റ് പോലീസിന്റെ ആദ്യ ചോദ്യം. ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർ എന്തുകൊണ്ടാണ് വീണ്ടും ാകുന്നതെന്നായിരുന്നു ചോദ്യം. നമ്മുടെ നിയമവ്യവസ്ഥയിലെ ചില വിട്ടുവീഴ്ചകളാണ് ഇതിന് കാരണമെന്ന തരത്തിൽ മറുപടി. തമിഴ്നാട് സ്വദേശിനിയെങ്കിലും പച്ചമലയാളത്തിൽ തന്നെയായിരുന്നു മറുപടി. സാക്ഷരതാ നിരക്കിൽ കേരളത്തിലേക്കാൾ പിന്നിലായ തമിഴ്നാട്ടിലെ പെൺകുട്ടി IPS പദവിയിൽ എത്തിയത് എങ്ങനെയെന്ന കഥയായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടത്. ഒരു പെൺകുട്ടിയായിരുന്നില്ല, ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നില്ല, എങ്ങനെ ഈ ഒരു വലിയ ലക്ഷ്യത്തിന് എത്തിച്ചേർന്നു. എനിക്ക് വേണ്ട കണ്ടൊരു ദൈവത്തെ പോലാണ് തോന്നുന്നത്. എങ്ങനെ ഇത് സാധിച്ചത്, എങ്ങനെ പഠിച്ചു? സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ ബിസിനസ് ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഞാൻ ജനിച്ചത് പഞ്ചവട്ടുള്ള മുസ്ലിം ഫാമിലിയാണ്. എന്റെ കസിൻസ് എല്ലാവരും 10ഉം 12ഉം കഴിയുമ്പോ കല്യാണം കഴിച്ച് പോകാനുണ്ട്. ജില്ലാ പോലീസ് മേധാവിയെ പഴയ ഓർമ്മകളിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു ആ ചോദ്യം. ഉള്ളിൽ മായാത്ത മങ്ങാത്ത ഓർമ്മകളുമായി കുട്ടി പോലീസിന് മുന്നിൽ അജിത ബീഗം മനസ്സു തുറന്നു. ജീവിതത്തിൽ ചവിട്ടിക്കയറിയ പടവുകളുടെ കഥകൾ ഒന്നൊന്നായി കഥ പോലെ പറഞ്ഞുകൊടുത്തു. കഥ പറച്ചിലും തമാശകളും ചിന്തകളുമെല്ലാം പങ്കുവച്ച് അവർ 2 മണിക്കൂറോളം കുട്ടി പോലീസുമായി സംവദിച്ചു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കാനൊരുക്കിയ പുനലൂരിലെ സ്ട്രോങ് റൂമും സന്ദർശിച്ചാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവി മടങ്ങിയത്. സമ്മർ ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ലൈവ് വാർത്ത, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്
as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിറ്റിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഫ്രണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. പഠനം കഴിഞ്ഞാൽ ഉടനൊരു ജോലി ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഏവിയേഷൻ, ടൂറിസം, നഴ്സിംഗ് ലോകത്തിലെ ഏറ്റവും മുന്തിയ തൊഴിൽ ദാതാക്കളായി ഈ നൂറ്റാണ്ടിന്റെ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്നു. ECR മെറിഡിയൻ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BHM ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എലിജിബിലിറ്റി +2 or HSC പാസ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424722626. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തിളക്കമാർന്ന വിജയം. 98% വിജയം നേടിയാണ് സ്കൂൾ മലയോര നാടിന് അഭിമാനമായത്. ആകെ പരീക്ഷ എഴുതിയ 447 വിദ്യാർത്ഥികളിൽ 437 വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് 98% വിജയം നേടിയെടുത്തുകൊണ്ട് ജില്ലയിലെ പ്രമുഖ ആൺപള്ളിക്കൂടമായ സെന്റ് സ്റ്റീഫൻസ് ബോയ്സ് ഹൈസ്കൂൾ മലയോര നാടിന് അഭിമാനം പകർന്നിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും 33 വിദ്യാർത്ഥികൾക്ക് A+ ലഭിച്ചു. 12 വിദ്യാർത്ഥികൾക്ക് 9 A+, 10 വിദ്യാർത്ഥികൾക്ക് 8 A+ ലഭ്യമായി. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ PTA യും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ അനുമോദിച്ചു.
PTA പ്രസിഡന്റ് തുളസീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റമ്പാൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. മാതൃസമിതി പ്രസിഡന്റ് റഹ്മത്ത് ബീവി, ലോക്കൽ മാനേജർ റവറൻ ഫാദർ KV പോൾ, ഹെഡ്മാസ്റ്റർ അലക്സ് ദാനിയൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ഇളമ്പൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിനം പിന്നിട്ടു. സപ്താഹത്തോടനുബന്ധിച്ചുള്ള രുക്മിണി സ്വയംവരവും ശ്രദ്ധേയമായി. ഇളമ്പൽ ശ്രീമഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഘോഷയാത്രയായി ഭൂതത്താൻ നടയിലെത്തിയാണ് കൃഷ്ണ രുക്മിണി വേഷധാരികളായ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചണയിച്ചത്. മുത്തുകുടകൾ, താലപ്പൊലി, നാദസ്വരം എന്നിവ സ്വീകരണ ചടങ്ങിന് മിഴിവേകി. കൃഷ്ണനും രുക്മിണിക്കും അകമ്പടിയായി നിരവധി ഭക്തജനങ്ങളും അണിനിരന്നു. കൊണ്ടുവന്നിരിക്കാൻ കൂടിയ രാമാതികൾ സ്വയംവര ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിലെത്തിയതോടെ രുക്മിണി സ്വയംവരം പൌരാണികർ പാരായണം ചെയ്തു. രുക്മിണി സ്വയംവരാഘോഷത്തിന്റെ ഭാഗമായി സപ്താഹയജ്ഞശാലയിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ വിവാഹ സദ്യയും ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് ഭക്തരാണ് വിവാഹ സദ്യയിൽ പങ്കാളികളായത്. യജ്ഞത്തിന്റെ 6ാം ദിനമായ ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ആരംഭോന്ന ഗ്രാമോദ്ധാരണ കലാസാംസ്കാരിക സമിതിക്ക് വേണ്ടി ശ്രീശൈലം ഓഡിയോസ് അവതരിപ്പിക്കുന്ന യജ്ഞപ്രസാദ CD ശ്രീമദ് ഭഗവത്ഗീതാമൃതത്തിന്റെ പ്രകാശന ചടങ്ങ് നടക്കും. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ CD പ്രകാശനം ചെയ്യും. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളമ്പൽ C വിജയൻ MA രാജഗോപാലിൽ നിന്നും CD ഏറ്റുവാങ്ങും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PS മുരളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകൻ ബിനു സരിക, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം P ശ്രീദേവിയമ്മ ടീച്ചർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരാകും. സുപ്രസിദ്ധ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് ഗീത പാരായണം ചെയ്തിരിക്കുന്നത്. സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ. ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. പത്തനാപുരം ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ലോകത്തിനു മുമ്പിൽ ഭാരതീയ നൃത്തകലയുടെ മരിക്കാത്ത മുഖം മൃണാളിനി സാരാഭായി എന്ന വിശ്വോത്തര കലാകാരിയുടേതാണ്. ഭാരതം സ്വതന്ത്രമാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്രദൃശ്യമാധ്യമങ്ങൾക്കോ നവമാധ്യമങ്ങൾക്കോ രാജ്യത്തിനകത്തും പുറത്തും കാര്യമായ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കാലയളവിൽ നൃത്തോപാസകയായ മൃണാളിനി തന്റെ ആത്മാവും ജീവനുമായ നൃത്തകലയുമായി ആകാശത്തിന്റെയും കടലിന്റെയും അതിരുകൾ താണ്ടി ലോകത്തിന്റെ മേലാപ്പിന് മുമ്പിൽ നൃത്തം ചെയ്തു. 91 രാജ്യങ്ങളിലായി 23,000-ത്തിലധികം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ ശാസ്ത്രീയ നൃത്തകലയുടെ ദർശന സൗന്ദര്യം ലോകത്തിനു മുമ്പിൽ അനാവരണം ചെയ്യാൻ ഈ അനശ്വര കലാകാരിക്ക് കഴിഞ്ഞു. മൃണാളിനി സാരാഭായി എന്ന ലോകോത്തര കലാകാരി മലയാളിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഭരതനാട്യം അടക്കമുള്ള നൃത്തരൂപങ്ങളെ ലോകപ്രശസ്തമാക്കിയതിന്റെ നേരവകാശി അവർ തന്നെയാണ്. നർത്തകി എന്നതിനൊപ്പം നൃത്ത സംവിധായിക, മികച്ച സംഘാടക, എഴുത്തുകാരി എന്നീ നിലകളിലെല്ലാം ലോകം മാനിക്കുന്ന ഈ കലാകാരി ലോകത്ത് നിലനിൽക്കുന്ന അനീതിയോടും രാജ്യത്ത് നിലനിൽക്കുന്ന അനീതിയോടും അഴിമതിയോടുമെല്ലാം ശക്തമായി പ്രതികരിച്ചിരുന്നു. ഹൃദയത്തിന്റെ സ്വരം എന്ന ആത്മകഥയിലൂടെ സ്വന്തം ജീവിതത്തിന്റെ പിന്നിട്ട വഴികൾ അവർ മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ആത്മാവും ശരീരവും പോലെ ജീവിതവും നൃത്തവും അവർക്ക് രണ്ടായിരുന്നില്ലെന്ന്
ഹൃദയത്തിന്റെ സ്വരം സാക്ഷ്യപ്പെടുത്തുന്നു. ഭരതനാട്യം അറിയേണ്ടതെല്ലാം എന്ന തന്റെ പുസ്തകത്തിലൂടെ ശാസ്ത്രീയ നൃത്തകലയുടെ അരുളും പൊരുളും പകർന്നു നൽകാൻ ഈ കലാകാരിക്ക് കഴിഞ്ഞു. പത്മവിഭൂഷൺ അടക്കം നിരവധി ഇന്ത്യൻ പുരസ്കാരങ്ങളും ലോകോത്തര ബഹുമതികളും നേടിയിട്ടുള്ള മൃണാളിനി സാരാഭായി ഉയർത്തിവിട്ട നൂറ്റാണ്ടിന്റെ പദനിസ്വനം 97-ാം വയസ്സിൽ 2016 ജനുവരി 21-ാം തീയതി നിശ്ചലമായി. അരങ്ങൊഴിഞ്ഞ ആ അനശ്വര കലാകാരിക്ക് മുമ്പിൽ ലോക നൃത്ത ദിനത്തിൽ പ്രണാമമർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF-നെയും BJP-യെയും രൂക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ VS-നും മന്ത്രിയുടെ മറുപടി. ചെന്നിത്തലയുടെ മറുപടി കലഞ്ഞൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. പുനലൂരിൽ മത്സരക്കളത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയും പത്തനാപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ഇക്കുറി ചിഹ്നം ഓട്ടോറിക്ഷ. വേനലിൽ വെന്തുരുകി കിഴക്കൻ മേഖല. തെന്മലയിൽ അംഗൻവാടി അധ്യാപികയ്ക്ക് സൂര്യതാപമേറ്റു. കുടിവെള്ളക്ഷാമവും രൂക്ഷം. കുടിവെള്ളം ലഭ്യമാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പുനലൂർ നഗരസഭാ അധ്യക്ഷൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക.